ആലപ്പുഴ തോട്ടപ്പള്ളിയിലാണ് ഞാനുള്ളത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് തോട്ടപ്പള്ളി പൊഴിമുഖം. ഒരു ഭാഗത്ത് കായലും ഒരു ഭാഗത്ത് കടലും സംഗമിക്കുന്ന ഒരു ഏരിയയാണിത്. നിലവിൽ എന്തായാലും ഇവിടെ ഈ ആഴക്കടൽ ഖനനം വരുന്ന സമയത്ത് വലിയ ആശങ്കയാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് കരിമണൽ ഖനനം കാർന്നു തിന്നൊരു പ്രദേശമാണ് തോട്ടപ്പള്ളി. കൂനിന്മേൽ കുരു എന്ന പോലെയാണ് ഇപ്പോൾ ആഴക്കടൽ ഖനനം കൂടി വരുന്ന സമയത്ത് ആ ഒരു ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. നേരത്തെ തന്നെ വലിയ സമരങ്ങൾക്ക് ഈ നാട് വേദിയായതാണ്. നിരവധി ജനങ്ങൾ ഈ സമരത്തിൽ ഇപ്പോഴും സമരം ഇരിക്കുന്ന സാഹചര്യമുണ്ട്. 1300-ലധികം ദിവസം സമരത്തിലേക്കിരുന്നു. ഇപ്പോഴും അവർ സമരം തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ ആഴക്കടൽ ഖനനം വരുന്ന സമയത്ത് വലിയ ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്. നിലവിൽ തോട്ടപ്പള്ളി പോലുള്ള ഒരു പ്രദേശത്ത് കരിമണൽ ഖനനം നടക്കുന്നു. അതിന് പുറമെ ഇപ്പോൾ ആഴക്കടൽ ഖനനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ കാണുന്നത്? ഇത് രണ്ടും അപകടകരമായ സംഗതിയാണ്. ഒന്ന്, ഞങ്ങളുടെ തീരം ഇല്ലാതാവുകയും ഞങ്ങളുടെ വീടുകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ കരിമണൽ ഖനനം മൂലം ഉണ്ടായിട്ടുള്ളത്. രണ്ട്, ഒരു മത്സ്യപ്രജനന കേന്ദ്രം എന്ന നിലയിൽ തോട്ടപ്പള്ളിയുടെ പ്രാധാന്യം ഇല്ലാതായി തീരും ഈ ഖനനത്തിലൂടെ. ഒന്ന്, തീരഖനനം തന്നെ കുഴപ്പമാണ്. അതും മത്സ്യങ്ങളുടെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് പൊഴിമുഖം എന്ന് പറയുന്നത്. പല മത്സ്യങ്ങളും കടലാമകളും എല്ലാം മുട്ടയിടാനായിട്ട് വരുന്നത് ഈ പൊഴിമുഖത്താണ്. അതുപോലെ ഇപ്പോൾ ആഴക്കടൽ 12 നോട്ടിക്കൽ മൈലിന് ഉള്ളിലുള്ള സ്ഥലത്ത് ഇപ്പോൾ ഖനനം തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ അടിത്തട്ട് കലങ്ങിപ്പോവും. കടലിന്റെ അടിത്തട്ട് കലങ്ങുകയും ചെളി കലങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സൂര്യരശ്മികൾ കടക്കുന്നത് ഇല്ലാതാകും. അതുപോലെ തന്നെ അതിന്റെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ തകർന്നു പോകും. അപ്പൊ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ തകർന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും കടലിന്റെ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളവും അതിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിത്തീരും. അത് ലോകത്തിൽ ഒരിടത്ത് ഇത്തരത്തിലുള്ള ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഏർപ്പാട് ചെയ്യാറില്ല. അത് എല്ലായിടത്തും കടലിനെയും തീരത്തെയും സംരക്ഷിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കടലിനെയും തീരത്തെയും തകർക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. ലോകം മുഴുവൻ ഒരു ബ്ലൂ ഇക്കോണമിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലൂ ഇക്കോണമി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവങ്ങൾ കൊള്ളയടിക്കാനുള്ള നീക്കമാണ്. വിഭവങ്ങൾ കൊള്ളയടിക്കാൻ, അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊള്ളയടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് മത്സ്യത്തൊഴിലാളികൾ എതിർക്കേണ്ടുന്നത്. കടൽമണൽ ഖനനവും കരിമണൽ ഖനനവും ഒരേപോലെ എതിർക്കപ്പെടേണ്ടുന്ന സംഗതിയാണ്. CPM-ന്റെ നയം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്. കാരണം CPM കടൽമണൽ ഖനനത്തിനെതിരെ സമരം പ്രഖ്യാപനം നടത്തുന്നു. അതേസമയം തോട്ടപ്പള്ളിയിലുള്ള സമരം കണ്ടില്ല നടിക്കുന്നു. കരിമണൽ ഖനനത്തെ ഉൾപ്പെടെ അവർ ആ രീതിയിൽ അത് അനുകൂലിക്കുന്നുമില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? CPM ഇവിടെ ഇരട്ടത്തപ്പാണ് കാണിക്കുന്നത്. കടൽമണൽ ഖനനം അപകടകരമാണ് എന്ന് പറയുമ്പോൾ കരിമണൽ ഖനനം അപകടകരം അല്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ആലപ്പാട് പ്രദേശത്ത് എത്രയോ സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ കടൽ കയറി പോയിരിക്കുന്നു. വെള്ളനാതുരത്തും മറ്റുമൊക്കെ ഇപ്പോ കടലാക്രമണത്തിന്റെ എത്രയോ സ്ഥലമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. പൊന്മന എന്ന് പറയുന്ന ഗ്രാമം തന്നെ ഇല്ലാതായി. അപ്പോൾ കരിമണൽ ഖനനം കൊണ്ട് തീരെ ഇല്ലാതാവും. അത് തീര രൂപീകരണ പ്രക്രിയക്ക് എതിരായ പ്രവൃത്തിയാണ് ഈ കരിമണൽ ഖനനം എന്ന് പറയുന്നത്. കരിമണൽ ഖനനം മൂലം ഈ പ്രദേശത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നത്? ഈ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. തീരശോഷണം ഉൾപ്പെടെയുള്ള അത്തരം വിഷയങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ്? തീർച്ചയായും ഉണ്ട്. ഇവിടെ നല്ല ശരിക്കും മണലുണ്ടായിരുന്നു. 2 കിലോമീറ്റർ കണക്കിന് നമ്മുടെ കടപ്പുറം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് നമ്മുടെ ഈ റോഡിൽ നിന്ന് 1 കിലോമീറ്ററിന് മുകളിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ. ഇപ്പൊ ഇല്ല. മൊത്തം ആടെ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളില്ലേ, അപ്പോഴേ തിരമാല അത് ഉണ്ടാകുമല്ലോ, തിരച്ച് ഇങ്ങോട്ട് കയറുക. ഈ കടൽ കാണാൻ പറ്റുന്നവർക്ക് പേടിയെ. അപ്പൊ ഞങ്ങളൊക്കെ പറയാം, മക്കളെ അങ്ങോട്ട് പോകരുത്. ചെറിയ പ്രസ്ഥാനങ്ങൾ പോലും പിടിച്ചു വെക്കാൻ ചെറിയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളെ വള്ളം വായിച്ചും കര വന്ന് അടുത്ത് പിടിച്ചു കയറ്റേണ്ട സ്ഥലമാണിത്. ആ കര പോലും ഇപ്പൊ ഇല്ലാതായി. ഒരു ചെറിയ പ്രസ്ഥാനം പോലും പണിക്ക് പോകാത്തൊരവസ്ഥയിലായിപ്പോ ഇപ്പം മത്സ്യത്തൊഴിലാളികൾ. അതിനുവേണ്ടി ഈ ഗവൺമെന്റ് കൂട്ടുനിന്നുകൊണ്ട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ തല്ലുകയും കൊല്ലുകയും ഓടിച്ചിട്ടടിക്കുകയും പോലീസുകാരെ കൊണ്ട് 4 ചുറ്റും ഇവിടെ ഇറക്കിയിട്ട് ആളുകളെ ഇട്ട് തല്ലുകയും എല്ലാം ചെയ്ത് ക്രൂരമായ രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളെ ഒതുക്കി ഇട്ടേച്ച് ഈ മണ്ണെടുത്തോണ്ട് പോണത്. ഇതൊക്കെ സഹിച്ച് എങ്ങനെ ഞങ്ങളൊക്കെ പണിക്ക് പോകുന്നു? ഇല്ല, മണ്ണില്ല. ഒരു വള്ളം പിടിച്ചു കയറ്റി, ഒരു ചെറിയ പ്രസ്ഥാനം പിടിച്ചു കയറ്റി അത് കൊണ്ടുവന്ന് 2 പേര് പോകുന്ന പ്രസ്ഥാനം പിടിച്ചു കയറ്റി ഹാർബറിലൊന്നും പോകാൻ പറ്റില്ല. ചെറിയ പ്രസ്ഥാനം ഈ പോലുള്ള കരയുള്ളെടുത്തേ പറ്റത്തുള്ളൂ. ഒരു പൊങ്ങാണെങ്കിലും നീട്ടിയാൽ ഇവിടെ വലിച്ചു കയറ്റി ആ 2 പേരുടെ ജീവിത മാർഗം നടന്നത് അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് ചെയ്യുന്നത്
ക്രൂരം തന്നെ. അതായത് പറഞ്ഞു വെക്കുന്നത് CPM കടൽമണൽ ഖനനത്തിനെതിരെ സമരം നടത്തുമ്പോൾ തോട്ടപ്പള്ളിയിലെ സമരം കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ അവരുടെ ഒരു ആശങ്കയായി പങ്കുവെക്കുന്നത്. അതായത് സമരം ഇവർ 1300-ലധികം ദിവസമായി സമരം ഇരിക്കുന്നു, പക്ഷേ ഈ സമരത്തെ അവർ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ CPMന്റെ നയം പോലും ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് ഇവർ ഒരു ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആഴക്കടൽ മണൽ ഖനനത്തിനെതിരെ ശക്തമായ സമരത്തിലേക്ക് തന്നെ കടക്കാൻ തന്നെയാണ് ഈ നാടിന്റെയും തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് SS, റിപ്പോർട്ടർ ആലപ്പുഴ.